ഇന്ത്യൻ സിവിൽ സർവീസിലെ ഫോറിൻ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആമ്പല്ലൂർ സ്വദേശി ഗോകുൽ കൃഷ്ണയ്ക്കും പോലീസ് സേനയിൽ ചോറ്റാനിക്കര സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ചാർജ് എടുത്ത കെ.എൻ. മനോജിനും കാഞ്ഞിരമറ്റം അർജുൻ ജിംനേഷ്യം ആൻഡ് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഗോകുൽ കൃഷ്ണ അർജുൻ ജിംനേഷ്യത്തിന്റെ അംഗവും ദീർഘകാലം ട്രെയിനറുമായിരുന്നു. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും ടൈറ്റിൽ വിന്നറാണ് ഗോകുൽ കൃഷ്ണ. ദീർഘകാലം ജിംനേഷ്യത്തിന്റെ അംഗവും ട്രെയിനറുമായിരുന്നു. ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ചാർജ് എടുത്ത മനോജ്. രണ്ടുപേർക്കും അർജുൻ ജിംനേഷ്യത്തിന്റെ സ്നേഹാദരവ് നൽകുന്ന ചടങ്ങ് ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ഉദ്ഘാടനം ചെയ്തു. വളരെ മഹനീയമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാനും നിങ്ങളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ഗോകുൽ കൃഷ്ണ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന തകർച്ചകളിൽ അതിജീവിച്ചുകൊണ്ട് ആ തകർച്ചകളുടെ വഴികളിലൂടെ നടന്നു നീങ്ങി ഇന്ന് IFS നേടിയിരിക്കുകയാണ്. നമ്മുടെ നാടിനും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിനും വലിയൊരു മുതൽക്കൂട്ടായി വളർന്നു വരുന്ന ചെറുപ്പക്കാരനെ നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നാളെയുടെ പ്രതീക്ഷകളായി വളർന്നു വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകും. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റും കില റിസോഴ്സ് പേഴ്സണുമായ K.A. മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ആ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു നേട്ടം. അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും വലിയ പ്രചോദനവുമാണ്, നമ്മുടെ നാടിനാകെ പ്രചോദനമാണ്. ജിംനേഷ്യം സ്ഥാപകനും പ്രമുഖ ട്രെയിനറും നാഷണൽ ജഡ്ജുമായ CR അനിൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ബീന മുകുന്ദൻ, റിട്ടയർഡ് DYSP TK വിജയൻ, വായനശാല പ്രസിഡന്റ് CR രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് നന്ദകുമാർ, ബെന്നി വേഴപ്പറമ്പിൽ, അരുൺ വിശ്യം, സുനിൽ സാമുവൽ, അഡ്വക്കേറ്റ് പ്രമോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തങ്ങൾക്കുണ്ടായ നേട്ടത്തെക്കുറിച്ചും അതിൽ അർജുൻ ജിംനേഷ്യം വഹിച്ച പങ്കിനെക്കുറിച്ചും ഗോകുൽ കൃഷ്ണയും മനോജും വിശദമായി സംസാരിച്ചു. ആദ്യം ഞാൻ ഇപ്പോൾ സ്പോർട്സിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. കൊക്കോ ആയിരുന്നു എൻ്റെ ഗെയിം. പിന്നെ ബോഡി ബിൽഡിങ്ങിലായാൽ ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ ആയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയാൻ നേരത്താണ്, അതാണ് ട്വിസ്റ്റ് ഇതിനകത്ത്. ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ നേരത്ത് ഇപ്പോൾ ഹാപ്പിനെസ് ആയാലും ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യത്തിലായാലും ടോപ്പിൽ നിൽക്കാൻ നേരത്താണ് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നത്. ആക്സിഡൻറ്റ് പറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് 21 വയസ്സ് വരെ 2 കൈ വെച്ച് ജീവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറ്റ കൈ വെച്ച് ജീവിക്കണമെന്നാകുന്ന നേരത്ത് നമ്മുടെ ജീവിതം ഇനി എന്തിനാണെന്നുള്ള ചിന്താഗതിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ചുറ്റിനുള്ളവരാണ് നമ്മളെക്കാളും വിഷമിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇൻസ്പിറേഷൻ ആകാം. എത്രത്തോളം ഇൻസ്പിറേഷനും അറ്റ് ദ മോസ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിനും ഉടമയാണ്. കാരണം ഈ ഒരു ലെവലിലൊന്നും ചിന്തിക്കാൻ സാധാരണക്കാർക്ക് ആർക്കും പറ്റാറില്ല. അത്രയും ഡെഡിക്കേഷൻ കൊടുത്തിട്ടാണ് ആ ഒരു പോസ്റ്റിലോട്ട് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ആ ഒരു ഡെഡിക്കേഷൻ ലെവല് നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാവണം. 36 വർഷത്തിലധികമായി ആമ്പല്ലൂർ പുതിയ പഞ്ചായത്ത് ജംഗ്ഷനിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന അർജുൻ ജിംനേഷ്യം ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് ക്ലബ് വ്യായാമ കേന്ദ്രത്തിനുപരിയായി അംഗങ്ങളുടെ മാനസികവും തൊഴിൽപരവുമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉപകരിക്കുന്നുണ്ടെന്ന് എല്ലാവരും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ജിംനേഷ്യം സെക്രട്ടറി അൻഷാദ് അബ്ദുൾ അസീസ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.